മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതികളിൽ പാർട്ടി സമ്മർദ്ദത്തിലായ സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർത്തി പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കനത്ത തിരിച്ചടിയാകും എന്നതടക്കമുള്ള അഭിപ്രായം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് സർക്കാരിനെതിരെയുള്ള ആയുധം അത് മൂർച്ചയേറിയ ഒരു ആയുധമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. രാഹുലിനെതിരെ കഴിഞ്ഞ ദിവസം മറ്റൊരു യുവതി കൂടി അതിക്രൂര പീഡനം നേരിട്ടെന്ന പരാതിയുമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർത്തിയുള്ള കോൺഗ്രസിന്റെ പുതിയ ക്യാമ്പയിൻ അമ്പലക്കള്ളന്മാർ കടക്കുപുറത്ത് എന്ന പുതിയ ക്യാമ്പയിൻ സമൂഹ മാധ്യമത്തിൽ സജീവമാക്കുകയാണ് കോൺഗ്രസ്. ഇതിനായി ഫേസ്ബുക്കിന്റെ പ്രൊഫൈലിന്റെ കവർ ഫോട്ടോ മാറ്റിയാണ് നേതാക്കൾ ക്യാമ്പയിന്റെ ഭാഗമായത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, ഹൈബി ഈഡൻ, ചാണ്ടി ഉമ്മൻ തുടങ്ങിയവർ ഈ ക്യാമ്പയിന്റെ ഭാഗമായി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ചൂഷണ പരാതികൾ ശക്തമാക്കുന്നതിനിടയിൽ യുവതികൾ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുന്ന ഈ സാഹചര്യത്തിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. ക്യാമ്പയിനൊക്കെ തുടക്കമായിരിക്കുകയാണ്. ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഉള്ള നീക്കങ്ങളൊക്കെ ശക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം സജീവ ചർച്ചയാക്കുന്നതിനിടെയാണ് പ്രധാനപ്പെട്ട സ്വർണ്ണക്കൊള്ള വിഷയം മറന്നു പോകരുത്, അതിൽ നിന്ന് ശ്രദ്ധ മാറരുത് എന്ന ലക്ഷ്യത്തോടെ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നത്. രാഹുലിനെതിരെ വീണ്ടും പരാതി വന്നതിനെ തുടർന്ന് ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ്. അതേസമയം ഇന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും സർക്കാരിനെതിരെ ശബരിമല കൊള്ളക്കേസ് ഉയർത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ സണ്ണി ജോസഫ് പറഞ്ഞത്. കൂടുതൽ നടപടിയിൽ ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നും പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നതിൽ ചില നടപടിക്രമങ്ങളുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. രാഹുലിനെതിരെ എടുക്കാൻ പറ്റുന്ന നടപടികൾ നേരത്തെ തന്നെ എടുത്തു. നേരിട്ട് പരാതി കിട്ടിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. അതിൽ വ്യക്തതയില്ലായിരുന്നു. പരാതി DGPക്ക് കൈമാറിയിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്നുണ്ട്. CPM പ്രതികളെ പാർട്ടിയുടെ തണലിൽ സംരക്ഷിക്കുകയാണ്. കോൺഗ്രസ് അങ്ങനെയല്ല ചെയ്തത്. ശബരിമല കേസിലെ പ്രതികളെ CPM സംരക്ഷിക്കുന്നു. അവരാണ് കോൺഗ്രസിനെ ഉപദേശിക്കുന്നതെന്നും KPCC അധ്യക്ഷൻ വിമർശിച്ചു. പുറത്താക്കൽ ആലോചിക്കും, ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാവില്ലെന്നും കോടതി കാര്യങ്ങൾ അറിഞ്ഞിട്ട് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. MLA സ്ഥാനം രാജിവെക്കേണ്ടത് വ്യക്തിയാണ്, രാജി തീരുമാനിക്കേണ്ടത് രാഹുലാണ്. രാഹുൽ ആരോപണ വിധേയനായിരിക്കെ തിരഞ്ഞെടുപ്പ് ഔദ്യോഗിക പ്രചാരണങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. കോൺഗ്രസിന്റെ മേൽക്കൈ രാഹുൽ വിഷയത്തിൽ ഇല്ലാതായിട്ടില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. രാഹുലിനെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾക്ക് ആലോചിക്കുമെന്നാണ് സണ്ണി ജോസഫ് മറുപടി പറഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ UDF തികഞ്ഞ പ്രതീക്ഷയിലാണ്. ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.